നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഇന്ത്യയുടെ സമ്മേളനം നടക്കുന്ന ബാംഗ്ലൂരിൽ വച്ച് തൃശൂർ രൂപതയുടെ മെത്രാപ്പോലീത്തയായ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലീത്ത ഒരു സത്യം പറഞ്ഞു. പലർക്കും അപ്രിയമായൊരു സത്യം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം അതിന്റെ പിറകിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനമുണ്ട് എന്ന് അധികം സംശയം. ഈ സത്യം ധൈര്യമായി വിളിച്ചു പറയാൻ അദ്ദേഹം കാണിച്ച ആർജവത്തെ ഞാൻ ഹാർദവമായിട്ട് അനുമോദിക്കുകയാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് അങ്കമാലിയിൽ തന്റെ സഹോദരന്റെ ശവക്കല്ലറിയിൽ ഒപ്പീസ് പാടാനോ അങ്കമാലി ബസിലിക്ക പള്ളിയിൽ ദിവ്യബലി സിനഡ് അംഗീകരിക്കുന്ന ഏകീകൃത കുർബാന അർപ്പിക്കാനോ കഴിയാതെ പോയത്. അവിടെ എറണാകുളത്തെ വിമതന്മാരെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന് വരാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞത് ആ സത്യം പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായല്ലോ. കാരണം ഇവിടെ നടക്കുന്ന ഈ എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങളുടെ എല്ലാം പിറകിൽ തീവ്രവാദികളാണ് എന്ന് പറയുമ്പോൾ ആ സത്യം വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. പലരും വിചാരിക്കും എന്തിനാണ് ഇവരെ പറയുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം. ഒരു കാലത്ത് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 1965 രൂപം കൊണ്ട ആദ്യമായി ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 25 നിയോജക മണ്ഡലങ്ങളിൽ ജയിച്ചു കയറിയതാണ് കേരള കോൺഗ്രസ് പാർട്ടി. അന്ന് 6-7 സീറ്റുകളിൽ മാത്രമാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ജയിച്ചു വന്നത്. അന്ന് പ്രബലമായിരുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനം. പിന്നീട് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് കേരള കോൺഗ്രസ് ക്രൈസ്തവരുടെ പാർട്ടിയായിരുന്ന കേരള കോൺഗ്രസ് അന്നത്തെ പത്മനാഭനും നായന്മാരും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ആ വലിയ കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനം എങ്ങനെയാണ് പിന്നീട് പിളർത്തിയും നശിപ്പിച്ചു എന്ന് കേരള കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? മാണിയുടെ കോൺഗ്രസ് LDF-ല്, കേരള കോൺഗ്രസ് LDF-ല്, അപ്പുറത്ത് ജോസഫ് ഉണ്ട്. പക്ഷേ നിർണായകമായ ഒരു സ്വാധീനവും ഭരണത്തിൽ ചെലുത്താനാവാത്ത കേരളത്തിലെ നിർണായകമായ ഒരു സമുദായത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ മേൽവിലാസം ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ലാതെ മാറിയിരിക്കും. അതേസമയം മുസ്ലിം ലീഗിനാകട്ടെ ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ താൻ അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിൽ അത് വളർന്നിരിക്കും. ഇവിടെയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ഇസ്ലാമിക സംഘടനകളും ഇടത് തീവ്രവാദ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ എങ്ങനെയാണ് അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കും. ഞാനിത് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് അന്ന് ആ സിസ്റ്റർ നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോയുടെ ആ കന്യാസ്ത്രീ അങ്ങ് വഞ്ചിസ്കോറിൽ സത്യാഗ്രഹത്തിന് വരുമ്പോൾ ഞാനന്ന് സഭയില് നവീകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. സഭയിൽ നവീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പല ചെറിയ സംഘടനകളുണ്ട്. അങ്ങനെ ഞാൻ ഒരു നവീകരണ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആ നിലയിലാണ് സിസ്റ്ററുടെ കേസ് വന്നപ്പോൾ ഫ്രാങ്കോക്കെതിരായ സമരം വഞ്ചിസ്കോറിൽ ആ സിസ്റ്ററിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ സമരം ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ആ സമരത്തിന് നേതൃത്വം കൊടുക്കാനും പ്രസംഗിക്കാനും അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചിത്രം മാറി. വഞ്ചി സ്ക്വയറിലേക്ക് കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്ന് നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളും ഇസ്ലാമിക തീവ്രവാദികളും ഒക്കെ പ്രവഹിക്കാൻ തുടങ്ങി. കെമാൽ പാഷയും എന്തായിരുന്നു പിന്നെ പൂരം. അതോടെ ഞാൻ പതുക്കെ എനിക്ക് കാര്യങ്ങൾ അപകടം മണത്തറിഞ്ഞു. ഞാൻ പതുക്കെ ആ സമരവേദിയിൽ നിന്ന് തന്നെ പിന്മാറി. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആലഞ്ചേരി പിതാവിന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ മാപ്പ് പറഞ്ഞത്. എന്തിനാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപത എന്നത് സീറോ മലബാർ സഭയിലെ ഏറ്റവും ശക്തമായ ഈ അതിരൂപതയിൽ കലാപമുണ്ടാക്കി, ഈ അതിരൂപതയിൽ പിളർപ്പുകൾ ഉണ്ടാക്കി. ഇതിനെ നശിപ്പിച്ചാൽ സീറോ മലബാർ സഭയെ നശിപ്പിക്കാൻ എളുപ്പമാണ്. അതിനുവേണ്ട ഫണ്ടിങ് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ചാനൽ ചർച്ചകളിലേക്ക് അതൊക്കെ നടത്തിയിരുന്ന ചാനലുകളെയൊക്കെ ഞാൻ ഓർക്കുന്നു. എന്തായിരുന്നു ചാനൽ ചർച്ചകൾക്ക് 4-5 മണിക്കൂറൊക്കെ ചെലവ് ചെയ്ത് ചാനൽ എറണാകുളത്ത് പോയി ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു വരുന്ന ദിവസങ്ങൾ. പക്ഷെ ഞാൻ ആലഞ്ചേരി പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞതിന് ശേഷം ഇനി ചാനലുകളൊന്നും എന്നെ വിളിക്കാറില്ല. അതാണ് ഞാൻ എന്റെ സ്വന്തം ചാനൽ തുടങ്ങി എന്റെ ആശയങ്ങൾ നിങ്ങളോട് പറയാൻ കാരണം. അപ്പൊ ഈ ചാനലുകളുടെ ഫണ്ടിങ് മുതല് ഇതുപോലെ സഭയെ നശിപ്പിക്കാനുള്ള പ്രസ്ഥാനങ്ങളുടെ ഫണ്ടിങ് മുതല് ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്കും മനസ്സിലാകും. അത് സഭയെ നശിപ്പിക്കാനാണ്. സഭയ്ക്ക് കേരളീയ സമൂഹത്തിലും ഭരണ സംവിധാനത്തിലും ഒക്കെയുള്ള അതിന്റെ ഔന്നത്യം നശിപ്പിക്കാൻ തന്നെയാണ്. അവിടെയാണ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞത് സത്യമാകും. പക്ഷേ പിതാക്കന്മാർക്ക് ഇതിനെ ചെറുക്കാനുള്ള
പറയാനുള്ള ധൈര്യം പോലുമില്ല. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഇന്ത്യയുടെ അധ്യക്ഷനായ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രവേശിച്ച് ബലിയർപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ പീഡനങ്ങളെ പറ്റി പറയാൻ ആ പിതാവിന് എന്ത് അവകാശമുണ്ട്? ആദ്യം തന്നെ സ്വന്തം വീട്ടിൽ പ്രവേശിക്കാനുള്ള അധികാരവും അവകാശവും നേടിയിട്ട് വേണ്ടേ വടക്കേ ഇന്ത്യയിലെ RSSകാര് അവിടെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറയാൻ? അതുകൊണ്ട് പിതാക്കന്മാർ, സഭയെ സ്നേഹിക്കുന്നവർ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റൂ. ഞങ്ങളൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോഴും ഹൃദയത്തിൽ സ്വന്തം സമുദായത്തെയും സഭയെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് ഞങ്ങളെല്ലാം. ഇന്നിപ്പോ അങ്ങ് സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ ഇപ്പോഴും രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ട്, കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം അവിടെയുണ്ട്. ഞാൻ പലപ്പോഴും അവരോട് പറയാറുള്ളത്, ഈ പ്രാർത്ഥനയൊക്കെ നിർത്തി ഈ പാമ്പ്ലാനിയെ പോലെ ഉള്ള വികട ബുദ്ധികളെ സഭയെ നശിപ്പിക്കാൻ നടക്കുന്ന തെമ്മാടി ബിഷപ്പുമാരെ കൈകാര്യം ചെയ്യലാണ് വേണ്ടത്. എന്തിനാണ് ബസിലിക്ക പള്ളിയിൽ പ്രാർത്ഥിച്ച് കരഞ്ഞിങ്ങനെ ഇരിക്കുക? സിറോ മലബാർ സഭയിലെ ബിഷപ്പുമാരെ നിങ്ങൾക്ക് ലജ്ജയുണ്ടെങ്കിൽ, അല്പം ദീർഘവീക്ഷണമുണ്ടെങ്കിൽ എറണാകുളം അതിരൂപതയിലെ വിമതരെ അടിച്ചമർത്തണം. ഇവിടെ ഏകീകൃത കുർബാന നടപ്പാക്കണം. അതിന് പറ്റാത്തവരെ കാനൻ നിയമം അനുസരിച്ച്, രാജ്യ നിയമം അനുസരിച്ച് നടപടിയെടുക്കണം. നന്ദി, നമസ്കാരം.